അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് മുളക് ബജീൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഉള്ളി ചെറുതായി കട്ടാക്കുക, എന്നിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുക്കുക 1/4 ടീസ്പൂണിന്. എന്നിട്ട് ഇതെല്ലാം ഒന്നിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് പിന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയ ബാറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 കപ്പ് കടലപ്പൊടിക്ക് 1 സ്പൂണ് കോൺഫ്ലോറും 1/2 കപ്പ് അരിപ്പൊടിയും എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 സ്പൂണ് യോഗർട്ടും ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി ഈ ഒരു കൺസിസ്റ്റൻസിലാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന മുളക് എടുക്കുക. അതിൻ്റെ മിഡിൽ പോർഷനിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു കട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് മസാല ഇതിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും ഇങ്ങനെ ചെയ്തെടുക്കാം. നല്ല ചൂടായ ഓയിലിലേക്ക് ഓരോരോ ബജി എടുത്തിട്ട് ബാറ്ററിയിൽ നല്ലോണം ഫുള്ളായിട്ട് കവറാകുന്ന പോലെ മുക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് മരിഞ്ഞ് വരുമ്പോഴേക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാണ് ഇതിൻ്റെ ചില്ലിയെല്ലാം നല്ല വെന്ത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫുള്ളായിട്ട് കോട്ട് ചെയ്തും കിട്ടും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പൊട്ടാറ്റോ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുത്തതിൻ്റെ വേറൊരു ടേസ്റ്റും ഉണ്ട്.